ഈശ്വരാരാധന ചെയ്യുന്നതിൽ ചില സമയത്തെങ്കിലും നിങ്ങൾക്ക് മടുപ്പ് തോന്നാറുണ്ടോ? വിശ്വാസം കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നാറുണ്ടോ? ഭക്തിയില്ലാത്തത് കൊണ്ടോ ഭഗവാനോട് അടുപ്പമില്ലാത്തത് കൊണ്ടോ അല്ല, ചില സന്ദർഭങ്ങളിൽ മാത്രം അങ്ങനെ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഉച്ചപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്തിരിക്കുന്നത് വീണയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ്. കുഞ്ഞുണ്ണി കൃഷ്ണന്റെ വെണ്ണക്കണ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. അപ്പം കൃഷ്ണപാദ മനിഷം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭജന ഇരിക്കുന്നതിനെ കുറിച്ച്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ രണ്ടാമത് ചെയ്യണമെന്ന്. പക്ഷെ ഓരോ ദിവസം ഞാൻ നോക്കുമ്പോഴും ഇന്ന് തന്നെ മറുപടി പറയേണ്ട കുറേ ചോദ്യങ്ങളുണ്ടാവും. അപ്പൊ പിന്നെ അതെടുക്കുന്നതിന് പകരം ഭജന ഇരിക്കുന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകില്ലേ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഞാൻ അതിന്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഓപ്പൺ ആവണില്ല എന്ന് കുറേ പേര് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്സിൽ വീഡിയോന്റെ ലിങ്ക് കൊടുത്താൽ അത് ലിങ്ക് ഓപ്പൺ ആവില്ല. അപ്പൊ അതിന് പകരമായിട്ട് ആ ഷോർട്സിന്റെ ഹെഡിങ്ങിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്കിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ, ശ്രമിച്ചു നോക്കൂ. ഭജന ഇരിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ ഈ ചാനൽ കൃഷ്ണാരമിത്രം തുടങ്ങി ഏറ്റവും ആദ്യകാലങ്ങളിൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അതിൽ കയറി നോക്കിക്കോളൂ. പിന്നെയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആ വീഡിയോന്റെ താഴെയല്ല, ഇന്നത്തെ ഷോർട്സിന്റെ താഴെയായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. കാർത്തിക MV എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഭഗവാനോട് ഭക്തിയും വിശ്വാസവും ഉണ്ടാകണം, എന്നാൽ ചില സാഹചര്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊരാളോടുള്ള ദേഷ്യം കൊണ്ടാണോ? ആരെങ്കിലും സങ്കടപ്പെടുത്തുന്നത് കൊണ്ടാണോ? നമുക്കങ്ങനെ വിശ്വാസം പോവൊന്നുമില്ല. ഗുരുവായൂരപ്പനെ ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഭഗവാൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരാളും ഭഗവാനെ വിട്ട് പോവുകയേ ചെയ്യില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമുക്ക് തോന്നുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺസ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ലൈഫിന്റെ ആ ഒരു റിഥത്തിനനുസരിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഇത്തിരി വിഷമമൊക്കെ വരും. ആ സമയത്ത് ഇനി ഞാൻ നാമം ജപിക്കില്ല, ഇത്രയും കാലം ഞാൻ നാമം ജപിച്ചിട്ട് എന്നെ കേൾക്കണില്ലല്ലോ എന്നൊക്കെ ഒരു പരിഭവമൊക്കെ നമ്മൾ പറയില്ലേ. പക്ഷെ എത്ര ദിവസം നമുക്ക് ഗുരുവായൂരപ്പനോട് മിണ്ടാതിരിക്കാൻ പറ്റും? ഇതൊക്കെ എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഒരു ആഘാതം സൃഷ്ടിക്കുക എന്ന് വിചാരിക്കുക. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അമ്മയാണെങ്കിൽ മക്കളെ നമുക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയില്ലേ, ഒരു ഇടുത്തി വീണ പോലെ എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ പോകെ പോകെ പതുക്കെ പതുക്കെ ആ കുട്ടിയെ നമ്മൾ തിരിച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നത്, എല്ലാ അമ്മമാരും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ കാണാറുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് അത്? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളോട് എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുക അല്ലേ. ഇതേമാതിരിയേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വല്ലാതെ വിഷമാവും. നമ്മൾ വിചാരിക്കുന്ന വഴിയിലൂടെയൊന്നും അല്ല ജീവിതം നമ്മളെ കൊണ്ടുപോവുക. നമ്മളിങ്ങനെ റെഡ് കാർപ്പറ്റിലൂടെ പോകണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടിയാണ് നമുക്ക് പോകാൻ സാധിക്കുക. അങ്ങനെ പോവേണ്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാ അത്, എന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് കാര്യം, ഗുരുവായൂരപ്പൻ എൻ്റെ ഒരു പ്രാർത്ഥന പോലും കേൾക്കണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരു വിമുഖത നമുക്ക് ഫീൽ ചെയ്തു എങ്കിലും അധികം താമസമില്ലാതെ തന്നെ ഭഗവാൻ വിളിക്കും, ഞാനില്ലേ സഖി നിന്റെ കൂടെ, എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും. പിന്നെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് തോന്നും, നമ്മൾ എന്താ ഇങ്ങനെ, ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെയാണോ വേണ്ടത്? നമ്മുടെ ആവശ്യം നടക്കാതെ വരുമ്പോൾ ഇങ്ങനെ പിണങ്ങി പോലാണോ ഭക്തി എന്നൊക്കെ നമുക്ക് തോന്നും. ആ തോന്നൽ തന്നെയാ വലിയ കാര്യം. ഇതൊന്നും തോന്നാത്തത് ആർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും ഇതൊക്കെ തോന്നുന്നേ. ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് കരുതി നമ്മളെ കൂടെ ഉപേക്ഷിച്ച് ഓടിപ്പോന്നവരാണോ ഭഗവാൻ? ഒരിക്കലും അല്ല കേട്ടോ. ഉണ്ണികൃഷ്ണന് ഒരിക്കൽ നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ജീവനെ ഭഗവാൻ കൈവിടില്ല. എപ്പോഴും ഉണ്ടാവും ഭഗവാൻ കൂടെ 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 തന്നെ. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് വരുന്ന ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു വിമുഖതയൊക്കെ അല്ലേ, അതിനെ വിട്ട് കളഞ്ഞേക്കും കേട്ടോ. അതാണ് എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെയാണ്. ഞാനും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഭഗവാനോട്, നിങ്ങളോട്ടുള്ള പോക്ക എൻ്റെ ഗുരുവായൂരപ്പ, ഇതിനൊരു അവസാനം ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ ചോദിച്ചത് തന്നെ ഞാൻ പറഞ്ഞു പോവാറുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ കാര്യങ്ങള്. അടുത്തതായിട്ട് ലൂമിനാറി എന്ന ഐഡിയിൽ നിന്നാണ്, ഞാൻ എന്ത് സംശയം ചോദിച്ചാലും സവിത മറുപടി പറയാറില്ല.
ക്ഷമിക്കൂ, ഞാൻ കാണാറില്ല. പക്ഷെ ഈ ഐഡി ഞാൻ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ടല്ലോ പല പല സന്ദർഭങ്ങളിലും. എന്ത് ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയാത്തതെന്ന് അറിയില്ല. പക്ഷെ കൃത്യമായിട്ട് ഈ ഒരു സംഭവം ഞാൻ കാണുകയും ചെയ്തു. എന്തിനും സവിത മറുപടി പറയില്ല എന്ന് പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് കേട്ടു കേട്ടോ. ചോദ്യങ്ങൾ ചോദിക്കൂ, തീർച്ചയായിട്ടും കാണുന്ന മുറയ്ക്ക് ഞാൻ പറയും. പിന്നെ എൻ്റെ ഒരു വിശ്വാസമാണ്, ഞാനായിട്ട് ഒരു ചോദ്യത്തിനെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവമൊന്നും എനിക്കില്ല. എനിക്കിഷ്ടമാണ് ചോദ്യത്തിനൊക്കെ മറുപടി പറയാം. ഈ അടുത്ത കാലത്തായിട്ട് വളരെ റീസെൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തില്ലേ, അതിനുശേഷം ഞാൻ അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് കുറച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആണ്, ഇത് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് പഴയലേക്ക് റെഫർ ചെയ്യട്ടെ എന്ന് കരുതി മനഃപൂർവ്വം മാറ്റി നിർത്താറുണ്ട്, അത് സത്യമാണ്. അതല്ലാതെ ഞാൻ അങ്ങനെ മാറ്റി തഴഞ്ഞിടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയാനില്ല, കണ്ടിട്ടുണ്ടാവില്ല. എല്ലാം ലൈക്ക് അടിച്ച് പോകുന്ന ആൾ തന്നെയാണ് കേട്ടോ ഞാൻ. പക്ഷെ എന്നാലും ഇപ്പം നമ്മളിങ്ങനെ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സൗദയെ ഇങ്ങോട്ട് വരൂ എന്ന് വിളിക്കണതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കിയാവും ചിലപ്പോൾ ഇതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അത് അവിടെ വെച്ചിട്ട് പോകും. പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഞാൻ ലൈക്ക് ചെയ്യാത്ത കമൻസ് അല്ലേ വായിക്കുക. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കയ്യിൽ നിന്ന് പോകുന്നതാണ്. വേണം വെച്ചിട്ട് ഒരാളുടെ ചോദ്യം ഒഴിവാക്കാറില്ല കേട്ടോ. അറിയാത്ത ചോദ്യങ്ങൾ ഞാൻ അവിടെ വന്ന് പറയാറുണ്ട്, എനിക്ക് അറിയില്ല എന്ന്. അത്രയും ഞാൻ ഒഴിവാക്കണം എന്ന് വിചാരിക്കാറില്ല. അടുത്തതായിട്ട് ഗ്ലാമി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, കൃഷ്ണനാട്ടത്തിന് വന്നാൽ ദക്ഷിണ കൊടുക്കുന്നതിനെ കുറിച്ച് ഇന്നലെ ചോദിച്ചിരുന്നു, മറുപടി കിട്ടിയില്ല. ചോദ്യം കാണാത്തത് കൊണ്ടാണോ അതോ എത്ര രൂപ കൊടുക്കണം എന്ന് ചോദിച്ചത് കൊണ്ടാണോ? കാണും പോലെയാണ് ദക്ഷിണ എന്നാണല്ലോ പറയുക. ദക്ഷിണ സ്വീകരിക്കുന്ന ആൾ തൃപ്തനായാൽ ചെയ്യുന്ന വഴിപാടിന് ഇരട്ടി ഫലം എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ കൊടുക്കുന്നത് കുറഞ്ഞു പോകരുതല്ലോ. കൃഷ്ണനാട്ടം കളിക്കുന്നവർക്ക് മാത്രം മതിയോ, പാടുന്നവർക്കും കൊടുക്കണോ? പ്രസാദത്തിൻ്റെ സമയം രാവിലെ എപ്പോഴാണ്? ഇനി എന്തെങ്കിലും കാരണവശാൽ വരാൻ സാധിക്കാതിരുന്നാൽ ഞങ്ങളുടെ പേരിലുള്ള കളി ക്യാൻസലായി പോകുമോ? വന്നില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. ആരാണ് വന്നില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞത്? അങ്ങനെയില്ല കേട്ടോ. ഏത് വഴിപാടാണെങ്കിലും നമ്മൾ ചെന്നില്ല എന്ന് കരുതിയിട്ട് ആ വഴിപാട് അവിടെ നടക്കാതിരിക്കില്ല. നമ്മൾ നേരിട്ട് വന്നാൽ മാത്രമേ ഈ വഴിപാട് നടത്താൻ സാധിക്കുള്ളൂ എന്നാണെങ്കിൽ ഓൺലൈനിൽ ആൾക്കാർ ബുക്ക് ചെയ്യില്ലല്ലോ. വിദേശത്ത് നിന്നൊക്കെ അനേകം വഴിപാടുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓൺലൈൻ വഴി വഴിപാട് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ എന്ത് വഴിപാടാണെങ്കിലും വൺസ് അത് ഷീട്ടാക്കി കഴിഞ്ഞാൽ അതിവിടെ നടത്തപ്പെട്ടിരിക്കും, അതിനൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം. ഇനി കൃഷ്ണനാട്ടം കലാകാരന്മാർക്ക് ദക്ഷിണ കൊടുക്കുന്നതിനെ കുറിച്ച്, ആ കലാകാരന്മാർക്ക് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാം. എത്ര രൂപ എന്നുള്ളത് ദക്ഷിണയ്ക്ക് കണക്ക് പറയാൻ പാടില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്ന തുക ആയിരിക്കില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ദക്ഷിണയായിട്ട് കൊടുക്കാം. എന്നാൽ ഇത് ദേവസ്വം നമ്മളെ നിർബന്ധപൂർവം അങ്ങനെ ഒരു ആചാരമുണ്ട് എന്ന് പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. വിളക്കത്ത് പണം വയ്ക്കാന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് വലിയ കളിവിളക്ക് കൊളുത്തി വെക്കുമ്പോൾ അന്നത്തെ ദിവസം കളി ഷീട്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് ആ കളിവിളക്കിൻ്റെ ചോടയായിട്ട് പണം കൊണ്ടുവയ്ക്കാറുണ്ട്, നമസ്കരിക്കാറുണ്ട്. അത് ഗുരുവായൂരപ്പൻ്റെ ഭണ്ഡാരത്തിലേക്കുള്ളതാണ് വിളക്കത്ത് വയ്ക്കുന്ന ഓരോ തുകയും. ഇതല്ലാതെ ഓരോ കലാകാരന്മാർക്ക് ദക്ഷിണ വയ്ക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വേഷം കഴിഞ്ഞ് അവരിങ്ങോട്ട് മാറുന്ന സമയത്ത് പിന്നിലൂടെ പോയിട്ട് അവർക്ക് ദക്ഷിണ വയ്ക്കാറുണ്ട്. അതുപോലെ പാട്ട് പാടുന്നവരും 2 സെറ്റ് ആൾക്കാരുണ്ടാവും, മദ്ദളത്തിന് 2 സെറ്റ് ആൾക്കാരുണ്ടാവും. കലാകാരന്മാരെല്ലാവരും 2 സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവരെ ഊഴം മാറിയിട്ട് അടുത്ത ടീം വരുമ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കാം, അത് കഴിയുമ്പോൾ ഇവർക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ദക്ഷിണ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതി ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ 3000 രൂപയ്ക്ക് കൃഷ്ണനാട്ടം കളിയും ഷീട്ടാക്കിയിട്ട് പിന്നെ ഓരോരുത്തർക്കും ദക്ഷിണയും വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരുണ്ടാവും. അവരൊട്ടും പരിഭ്രമിക്കേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തേ പറ്റൂ എന്ന് എവിടെയും പറയണില്ല. പക്ഷെ ഈ ചോദ്യകർത്താവ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു വഴിപാട് ചെയ്യുമ്പോൾ ദക്ഷിണ വാങ്ങുന്ന, ദക്ഷിണ സ്വീകരിക്കുന്ന ആൾ സംതൃപ്തനായാൽ ആ വഴിപാടിന് ഇരട്ടി ഫലം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാവാം, അതല്ല അങ്ങനെ വേണ്ട എന്നാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട്, നമസ്കാരം സവിത, ദാരിദ്ര്യ ദുഃഖം മാറാൻ മിനിമം എത്ര അവിൽ നിവേദ്യം ഷീട്ടാക്കണം? ബിൻസി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം അസ്ഥാനത്തല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എത്ര കൊടുത്താൽ എത്ര കിട്ടും? ഇതല്ലേ ആ ചോദ്യത്തിന്റെ അർത്ഥം? അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ.
എത്ര വേണമെങ്കിലും കൊടുക്കണം നമ്മൾ, ക്ഷമയോടെ കാത്തിരിക്കണം നമ്മൾ. കാരണം ഉണ്ടല്ലോ, നമ്മൾ എന്തനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ കർമ്മദോഷം കൊണ്ട് അനുഭവിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കർമ്മദോഷവും കെട്ടിപ്പിടിച്ചിരുന്നാൽ പോരെ, പിന്നെ എന്തിനാ ഭഗവാനെ വിളിക്കണേ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം. ഭഗവാനെ വിളിക്കണത് ഈ കർമ്മദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. നമ്മൾ ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുകയാണ്. നേരെ നടന്നു പോയാൽ നല്ല ട്രാഫിക് വരികയാണ്. എന്നാൽ ഇതേ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ചുറ്റി വളഞ്ഞു പോവാം. പക്ഷെ 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 6 കിലോമീറ്റർ ചുറ്റിയിട്ടായാലും പോവാന്ന് വിചാരിക്കും, ഇല്ലേ? കാരണം എന്താ, ഈ വഴി വളരെ ബ്ലോക്കാണ്. അപ്പം നമ്മൾ കുറേ നേരം ട്രാഫിക്കിൽ കിടക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇപ്പുറത്ത് കൂടെ എടുത്തിട്ട് അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ വിചാരിക്കാറില്ലേ? ഇതേമാതിരിയാണ് ഗുരുവായൂരപ്പനോടുള്ള നമ്മുടെ ആ ഒരു ഭക്തിഭാവവും വേണ്ടത്. കർമ്മദോഷങ്ങൾ കൊണ്ടാണ് ഓരോന്നും നമ്മൾ അനുഭവിക്കേണ്ടത്. സൽക്കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ സന്തോഷവും നമ്മൾ അനുഭവിക്കേണ്ടത്. ഈ അനുഭവങ്ങളെല്ലാം ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടാലുണ്ടല്ലോ, എളുപ്പത്തിൽ ഇതൊക്കെ മറികടക്കാൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം പാപം ചെയ്തിട്ടുണ്ട്, ഈ ജന്മം ചെയ്തു എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ആരോട് ചോദിച്ചാലും, എന്നോട് ചോദിച്ചാലും പറയുക എന്താണെന്നറിയോ? മനസ്സാ വാചാ കർമ്മണ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. ഇന്നും കൂടി ചോക്ക് വാങ്ങി, ലക്ഷ്മണരേഖ ചോക്ക് വാങ്ങിയിട്ട് ഉറുമ്പിനെയൊക്കെ എന്താ പറയുക, ഓടിക്കാൻ 4-5 വര വരച്ച് വെച്ചിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ പറയാം, അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല എന്ന്, അല്ലേ? ഇത് മനുഷ്യരുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ അറിയാതെ കഴിഞ്ഞ ജന്മം ചെയ്തു വെച്ച പാപങ്ങൾ കുറെ ഉണ്ടാവുമല്ലോ അനുഭവിച്ച് തീർക്കാനായിട്ട്. അപ്പോൾ ആ പാപങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ പാപോ ഈ ദോഷോ ഇതൊക്കെ മാറാൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെ പെട്ടെന്ന് തന്നെ അനുഗ്രഹിക്കും. എന്നാൽ എനിക്ക് ഇത്ര പറഞ്ഞുതരാൻ പറ്റില്ല കേട്ടോ. ഒരു പാക്കറ്റ് അവിലിന് 25 രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത്. നിങ്ങളൊരു 12 പാക്കറ്റ് അങ്ങോട്ട് ഷീട്ടാക്കിക്കോളൂ. അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങളുടെ ദാരിദ്ര്യം മാറി നിങ്ങൾക്ക് കോടീശ്വരനാവും. ഞാൻ പറയില്ല അങ്ങനെ. അങ്ങനെ ഇല്ല. ഇതിലേത് തരി അവിൽ നമ്മൾ ഭഗവാനെ നേദിക്കുമ്പോഴാണോ ശുദ്ധ മനസ്സോട് കൂടിയിട്ട് ഉണ്ണീ കൃഷ്ണ ഇതങ്ങ് സ്വീകരിക്കണം കേട്ടോ, എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ല എന്ന അർപ്പണ മനോഭാവത്തോടു കൂടി അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് ആ നിമിഷം സ്വീകരിക്കും. അതല്ലാതെ ഇതേ ഞാൻ അവിലിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, 12ാമത്തെ അവിലാണ് ഞാനിവിടെ ഷീട്ടാക്കണം, വല്ല മാറ്റമുണ്ടോ, എനിക്ക് വല്ല മാറ്റവും തരാൻ ഉദ്ദേശിക്കണ്ടോ? കേൾക്കില്ല. ഉണ്ണികൃഷ്ണൻ ചിരിക്കുകയുള്ളൂ. നീ അവിടെ ഇരുന്ന് പറഞ്ഞോ, ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കാം എന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എത്ര എന്നുള്ള കണക്കൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര വേണമെങ്കിലും ഷീട്ടാക്കാം. ഏത് നിമിഷം ഭഗവാൻ കേൾക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ CAക്ക് പഠിക്കണ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം എത്രാമത്തെ ചാൻസിലാണ് നിങ്ങൾക്ക് CA കിട്ടിയത്. ഫസ്റ്റ് ചാൻസിൽ കിട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടായില്ല എന്നൊന്നും പറയണില്ല കേട്ടോ. പക്ഷെ എത്രാമത്തെ ചാൻസിലാണ് നിങ്ങൾ CA ഫുള്ളായിട്ട് പാസ്സായതെന്ന് ചോദിക്കാറില്ല ആരും. കാരണം എന്താ, CA പാസ്സായല്ലോ അത് മതി, കുറേ തവണ എഴുതിയിട്ടുണ്ടാവും ഇവരെ. അപ്പൊ അതേമാതിരിയാണ് ഭഗവാന് അനേകം തവണ നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെ കേൾക്കുള്ളൂ. പെട്ടെന്ന് കേൾക്കുന്നൊന്നും ഞാൻ എവിടെ അവകാശപ്പെടണില്ല. പക്ഷെ ഒരു വിളി പോലും ഭഗവാൻ പാഴാക്കി കളയില്ല, അത് ഞാൻ 100% ഉറപ്പ് പറയുന്നു കേട്ടോ. അടുത്തതായിട്ട് സദാ നമസ്കാരം, ഗുരുവായൂരപ്പനെ ചാർത്തിയ പട്ട് പൂജാമുറിയിൽ സൂക്ഷിക്കാമോ എന്നാണ് അജയ് MC എന്നൊരു ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുമ്പോൾ പലരും ചോദിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ പൂജാമുറിയിൽ വയ്ക്കാനുള്ള പട്ട് കിട്ടുന്നതെന്ന്. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നേ പറയാൻ പറ്റുള്ളൂ. പട്ട് എന്ന് പറഞ്ഞൊരു വഴിപാട് നമുക്ക് ഷീട്ടാക്കാൻ പറ്റില്ല. ഭാഗ്യം ഉണ്ടാച്ചാൽ ഉണ്ണികൃഷ്ണൻ അനുഗ്രഹിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും. കിട്ടിയാൽ അത് നിധി പോലെ സൂക്ഷിച്ചു വെക്കുക, അത്രേ പറയാനുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ഗിരിജ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ്. എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് ആടിയ എണ്ണ കൈ തട്ടി താഴെ പോയി. മോള് പ്രഗ്നൻ്റ് ആണ്. അവൾക്ക് വല്ലാത്ത വിഷമമാണ്. എന്താ ചെയ്യേണ്ടേ ഒന്ന് മറുപടി പറയും. വീണ്ടും ആടിയേണ്ട ഷീട്ടാക്കിക്കോളൂ. ഒരിക്കലും അതിനൊന്നും വിഷമിക്കരുത്. കൈ തട്ടി അറിയാതെ പോകുന്നതല്ലേ, ഇതിന് എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കണത്? അത് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഉണ്ണികൃഷ്ണൻ പറയാണ്, എനിക്ക് ഈ എണ്ണ പോരാ, എനിക്ക് കുറച്ചും കൂടി എണ്ണ നിന്റെ കൈ കൊണ്ട് അഭിഷേകം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ കുറച്ചും കൂടി നമ്മൾ ഷീട്ടാക്കുക. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമാവും. വീണ്ടും ഉണ്ണികൃഷ്ണ ഇന്ന് എണ്ണ തേച്ച് കുളിയൊക്കെ ഗംഭീരായില്ലേ എന്ന് ചോദിച്ചു നോക്കൂ. അത്രേ വേണ്ടു കേട്ടോ. ഇത്തരം നിമിത്തങ്ങളെ ഒന്നും നെഗറ്റീവായിട്ട് എടുക്കുകയേ ചെയ്യരുത്. ഞാൻ വീണ്ടും 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 പറയുന്നു, നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ. അടുത്തതായിട്ട് എനിക്കൊരു കാര്യം അറിയാനാണ് മെസ്സേജ് ഇടുന്നത്. കൃഷ്ണാട്ടങ്ങൾ ഏത് മാസം വരെയാണ് ഉണ്ടാവുക, പ്ലീസ് ഒന്ന് പറഞ്ഞു തരണേ സവിത എന്നാണ് അംബിക ബാബു എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്.
അംബിക ചേച്ചി ഈ മാസം കൂടിയേ ഉള്ളൂ. ഈ മാസം മെയ് 31 വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ 1 ഉള്ളൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളി നടത്താറില്ല. ജൂൺ മാസത്തിൽ അവധിക്കാലമാണ്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അവർക്ക് കച്ചകെട്ട് എന്നറിയപ്പെടുന്ന പ്രാക്ടീസ് ടൈമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യാറില്ല കേട്ടോ. അടുത്തതായിട്ട് ഭാഗ്യ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, നമ്മുടെ വീട്ടിലെ തന്നെ ഒരാൾ നാമം ജപിക്കുമ്പോൾ ആ വ്യക്തിയെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും വഴക്കുണ്ടാക്കുകയും ഭഗവാനെ പോലും വളരെ 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 മോശമായിട്ട് അസഭ്യങ്ങൾ പറയുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് വളരെ സങ്കടമാണ്. ഭഗവാനെ കൂടി ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഒരു ഈശ്വര വിശ്വാസികൾക്കും സഹിക്കാൻ കഴിയില്ല ആ വാക്കുകൾ. ദൈവമില്ല എന്നും ഞാൻ നാമം ജപിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് വെറുതെ സമയം കളയുന്നു എന്നും പറഞ്ഞ് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. കൃഷ്ണൻ ഈശ്വരനെങ്കിൽ എന്തിന് കുരുക്ഷേത്ര യുദ്ധം നടത്തി ദൈവം ഭൂമിയിൽ വന്ന് കുറച്ചുപേരെ കൊന്നിട്ട് പോകുമോ? ഇതാണോ ദൈവം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ മെസ്സേജ് എഴുതുമ്പോഴും എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ചേച്ചി. എനിക്ക് എന്തെങ്കിലും ഒരു റിപ്ലൈ തരണേ. ചേച്ചിയുടെ ഓരോ വാക്കുകളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണൻ ഈശ്വരനായതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത്. ഈശ്വരനായ ആ ഭഗവാൻ എന്തിന് ഭൂമിയിലേക്ക് വന്നു? ദുഷ്ടനിഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യനും ഇത്രയധികം പേരെ ഒരുമിച്ച് ഇല്ലാതാക്കാൻ സാധിക്കില്ല കേട്ടോ. മഹാഭാരത യുദ്ധ കഥയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഹിന്ദുയത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്നറിയോ? കുറച്ച് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുറച്ച് മതഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിപ്പിച്ച് വിടുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി. പക്ഷെ ഇന്നതാണ് മൂന്നാമത്തെ ഒരു വ്യക്തി വന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ ഭാഗ്യമൊക്കെ വളരെ ഉറച്ച രീതിയിലുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നത്. നേരെ മറിച്ച് ഒരു ഭക്തി ചിന്ത എന്താ പറയുക, ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് വരിക ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ആ സമയത്താണ് ഇങ്ങനെ കേൾക്കണേ എന്ന് വിചാരിച്ചാൽ അപ്പോൾ വിചാരിക്കും ശരിയാണല്ലോ, കൃഷ്ണൻ ഇങ്ങനെ വന്നിട്ട് കൊന്നിട്ട് പോയി എന്നാണോ? ഒരിക്കലും അല്ല. മഹാഭാരത യുദ്ധം എന്ന ഈ ഒരു മഹായുദ്ധത്തിൽ ഒരിക്കൽ മാത്രം ആയുധം എടുക്കുകയും ആ ആയുധം കൊണ്ട് ആരെയും ഹനിക്കാതിരിക്കുകയും ചെയ്തവനാണ് കൃഷ്ണൻ. എന്നാൽ കൃഷ്ണൻ കാരണം തന്നെയാണ് ഇത്ര വലിയ യുദ്ധം ഉണ്ടായത്. ഇത്രയും ദുഷ്ടശക്തികൾ ഭൂമിയിൽ ഒരുമിച്ച് രാജാക്കന്മാരായി വാണിരുന്ന കാലത്ത് ഇവരെ എല്ലാവരെയും കൂടി ഒരു യുദ്ധക്കളത്തിൽ കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും നശിപ്പിച്ചു കളയാൻ ഭഗവാൻ തന്നെയാണ് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ബർബീരകൻ എന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലമാത്രമായിട്ട് അദ്ദേഹത്തിന് മഹാഭാരത യുദ്ധം മുഴുവൻ കാണാൻ സാധിച്ചു. ഒടുവിൽ അദ്ദേഹത്തിനോട് മഹാഭാരത യുദ്ധത്തിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നും കണ്ടില്ല, യുദ്ധം ഒന്നും കണ്ടില്ല, ഞാൻ ആകെ കണ്ടത് യുദ്ധഭൂമിയിൽ നിറയെ കൃഷ്ണനെയാണ്. അവിടെയും കൃഷ്ണൻ, ഇവിടെയും കൃഷ്ണൻ, എവിടെയും കൃഷ്ണൻ, എല്ലായിടത്തും കൃഷ്ണൻ, കൃഷ്ണമയം. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അദ്ദേഹമാണ് ഇതിനെ നയിച്ചിരുന്നത്, കൊണ്ടുപോയിരുന്നത്, നശിപ്പിച്ചിരുന്നത് എല്ലാം ഭഗവാനാണ് എന്ന്. ആ ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറയൂ ഭാഗ്യേ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നൂടെ? പിന്നെ കൃഷ്ണനെ കുറിച്ച് മഹാഭാരതം പറയുമ്പോൾ നമുക്ക് കേട്ടാൽ സഹിക്കില്ല. അത് നമുക്ക് ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അപ്പൊ ഭഗവാനോട് പറയാം, ഉണ്ണിക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും ചീത്ത കേൾക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഉണ്ണി എന്നെ ഈ ചീത്തയിൽ നിന്ന് എന്നാണോ മോചിപ്പിക്കുന്നത് അന്ന് ഉണ്ണിക്ക് മോചനം ഉണ്ടാവും എന്ന് പറയുക. എന്നിട്ട് അതൊക്കെ ചിരിച്ചുകൊണ്ട് തട്ടിക്കളയൂന്നേ. അവരെന്താച്ചാൽ പറഞ്ഞോട്ടെ, അവർക്ക് ഈ ഒരു ജന്മത്തില് ഇത്ര നല്ലൊരു കാര്യം അവർക്ക് വിധിച്ചിട്ടില്ല എന്ന് തന്നെ കരുതും, അങ്ങനെ വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടില്ലല്ലോ. അപ്പോൾ ഭാഗ്യക്ക് കിട്ടിയിട്ടുള്ള ഈ സൗഭാഗ്യത്തിനെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിനെ വിട്ടുകളയൂ. ആ ഭാഗ്യം മാത്രമായിട്ട് അനുഭവിക്കൂ. വേറെ ആർക്കും വിട്ടുകൊടുക്കണ്ട, മുറുകെ പിടിച്ചോളൂ നമ്മുടെ ഉണ്ണികൃഷ്ണനെ. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.